ഞാനൊരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ സോറി, അത് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല. ഇതൊരു ട്രോളായിട്ട് എടുക്കാം. നടനും സംവിധായകനും നിർമ്മാതാവും ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുമായ പൃഥ്വിരാജ് സുകുമാരനാണ് ഇന്ന് ഇന്ത്യ ഗ്ലിറ്റ്സിലുള്ളത്. സാർ, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു സോ മച്ച്. നയൻ എന്നൊരു സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ഇപ്പം നയൻ എന്നൊരു ലെറ്റർ തന്നെ ഒരുപാട് മീനിങ് ഉള്ളൊരു ലെറ്ററാണ് നയൻ. അതിൽ എന്ത് മീനിങ് ആണ് ഈ സിനിമയ്ക്കകത്ത്? സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണെങ്കിൽ ഈ 9 ന്യൂമറിക്കലിന് ഈ സിനിമയായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു വലിയ ഗ്ലോബൽ ഇവൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറയപ്പെടുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ 9 ദിവസങ്ങൾ എന്നുള്ളതാണ് ഈ 9 എന്ന് പറഞ്ഞ ന്യൂമറിക്കലിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മീനിങ്. പിന്നെ ഓഫ് കോഴ്സ് അത് ആ ഫോണ്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു മുടി അഴിച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. ഈ ആൽബർട്ടും മകനും ഇപ്പോൾ ജോഷയുടെ അപ്പനും ഫാദേഴ്സ് ഡേയുടെ അന്നൊരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതെ, അപ്പൻ മകൻ സ്നേഹം എനിക്ക് കുറച്ച് കാണുന്നുണ്ട് സിനിമയിൽ. അത് എത്രത്തോളം ഈ സിനിമയിൽ? ഇതിൽ ആക്ച്വലി അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സാധാരണത്വം നിറഞ്ഞൊരു അച്ഛൻ മകൻ ബന്ധമല്ല, ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ്. ഈ അച്ഛനും മകനും തമ്മിൽ ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ്. എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്പിന് അത്തരത്തിലൊരു ഡൈനാമിക് എന്നൊക്കെ ഉള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഓൾറെഡി ട്രബിൾഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെയും മകൻ്റെയും റിലേഷൻഷിപ്പിനിടയിലേക്ക് ഈ 9 ദിവസങ്ങളുടെ കാലയളവിൽ കടന്നു വരുന്ന കുറച്ച് കഥാപാത്രങ്ങളും അതിലൂടെ അവരുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും ഒക്കെയാണ് സിനിമയുടെ കഥയുടെ ഒരു ഫാസറ്റ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ കൂടിയാണ് ഈ സിനിമ. കാരണം ഒരുപാട് ഇമോഷണൽ ഹൈ പോയിന്റ്സ് ഒക്കെ ഉള്ളൊരു നറേറ്റീവ് കൂടിയാണ് ഈ എസ്പെഷ്യലി അച്ഛനും മോനും തമ്മിൽ. ഇന്ദ്രജിത് സുകുമാരൻ ലൂസിഫറിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ബ്രദർ ഒരു ആക്ടറായിട്ട് ഒരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ്? ഗംഭീര നടനാണ്, കൂടുതലൊന്നും പറയാം ഇല്ല. ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ആക്ടർ ആക്ച്വലി. ലൂസിഫറിൽ ഇന്ദ്രജിത്ത് ചെയ്തിരിക്കുന്ന കഥാപാത്രം ഇറ്റ്സ് എ റിയലി ഫൈൻ പെർഫോമൻസ്. അത് ഒരുപക്ഷെ കാണുന്ന പ്രേക്ഷകന് എനിക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല, പക്ഷേ ആസ് എൻ ആക്ടർ ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ക്യാരക്ടർ ടു പുൾ ഓഫ് ആൻഡ് ഹീസ് നെയിൽഡ് ഇറ്റ്. ഇപ്പോൾ ലൂസിഫർ എന്ന സിനിമ, ലാലേട്ടൻ എന്നുള്ളൊരു ആക്ടർ, അതിനെക്കുറിച്ച് പറയാം. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറെ പറ്റി ഞാൻ പറഞ്ഞിട്ട് വേണോ മലയാളി അറിയാൻ? അത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് തുടങ്ങിയ ഫസ്റ്റ് ഷോട്ടിന് പുള്ളിക്കാരൻ ക്യാമറയ്ക്ക് മുമ്പ് വന്നിട്ട് ചോദിക്കുന്നത്, സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ്. അവർക്ക് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ എന്നാലും ഡയറക്ടർ പോയി പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായെന്താ വെച്ചാൽ അത് ഡയറക്ടർ പറയുന്നത് കേൾക്കുന്നത് ലാലേട്ടൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഞാൻ പോയി പറയണം, ചേട്ടാ ഈ ഷോട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇൻറ്റൻറ്റ് ആയിട്ട് കേൾക്കും. ഓക്കെ ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ലൂസിഫറിൽ എൻജോയ്, അത് ലാലേട്ടൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലാലേട്ടൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആക്ടേഴ്സിൻ്റെ ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവരൊരു സീൻ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിലേക്ക് അവർ പലപ്പോഴും ആ സ്പേസിലേക്ക് കടത്തി വിടുന്നത് ഡയറക്ടറിനെ മാത്രമാണ്. കാരണം ഡയറക്ടറോടാണ്, ചിലപ്പോൾ റൈറ്റേഴ്സിനെ, അവരോടാണ് ഈ സീൻ ചെയ്യുമ്പോൾ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ആക്ടേഴ്സിൻ്റെ, അതും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു മൈൻഡ് സ്പേസിലേക്ക് എനിക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഗുണം ചെയ്യും തോന്നുന്നു ഇനി ഭാവിയിൽ. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഞാൻ ഇത്രയും ഒരു നീണ്ടു നിന്നൊരു ഷെഡ്യൂളിൽ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സീൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു മൊമെൻ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ സമയത്ത് ഇയാൾ റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണ്ടേ, അത്തരം ചോദ്യോത്തരങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ അറിയാതെ മോഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനി ഭാവിയിൽ പ്രയോഗിക്കും. ലാലേട്ടൻ ഒടിയതിനു ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അതിന് മുന്നേ അനൗൺസ് ചെയ്തൊരു സിനിമയാണ് ലൂസിഫർ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യം ഉണ്ടായിരുന്നു? ലൂസിഫറിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഐ ഡോണ്ട് നോ, ഐ മീൻ ഞാൻ വളരെ ഭാഗ്യം ചെയ്ത ഒരാളായതുകൊണ്ടായിരിക്കാം. ഐ പേഴ്സണലി തിങ്ക്, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്, ഇതിനോട് യോജിക്കാം വിയോജിക്കാം. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് ഐ പേഴ്സണലി തിങ്ക് ലാലേട്ടൻ്റെ സമീപകാലത്തെ ഏറ്റവും സ്റ്റൈൽ ആൻഡ് അപ്പിയറൻസ് ലൂസിഫറിലാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ തള്ളു എന്ന് പറഞ്ഞ് ആൾക്കാർ തള്ളും എന്ന് പേടിയുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ സിനിമ നന്നാവുന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് എനിക്കറിയില്ല, ഫ്രാങ്ക്ലി എനിക്കറിയില്ല. പക്ഷേ ലാലേട്ടൻ ഭയങ്കര സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലൂസിഫറിൻ്റെ സ്റ്റില്ലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഭയങ്കര ഹാൻഡ്സമാണ് എൻ്റെ സിനിമയിൽ. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ സാർ എന്ന് വിളിക്കുന്നത്, ഇപ്പോൾ ഒരു ഡയറക്ടറിനെ, ഇപ്പോൾ എത്ര ചെറിയ ആളായാലും അയാൾ ആ റെസ്പെക്റ്റോടെയാണ്
അതെനിക്ക് തോന്നുന്ന അവരുടെ ഒരു ഓൾഡ് സ്കൂൾ വേ ഓഫ് ബീങ് ബ്രോട്ടപ്പ് ആണ് അത്. ഭയങ്കര രസമാണ്. ലാലേട്ടൻ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സാർ ഈ ഷോട്ട് അങ്ങനെയാണ്, കട്ട് എന്ന് പറഞ്ഞാൽ മോനെ ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ അത് ആ ഒരു എനിക്ക് തോന്നുന്നു അത് ഒരു സ്വിച്ച് ഓൺ പോലെയാണ് പുള്ളിക്കാരന്. അത് പുള്ളിക്കാരന് മാത്രമല്ല, എനിക്ക് തോന്നി ആ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ വളർന്നു വന്ന ആൾക്കാരുടെ ഒരു കൾച്ചറായിരിക്കും അത്. എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ ചെല്ലുമ്പോൾ സാർ ഞാൻ എന്താ അതാണ് അത് അറിയാതെ വരും പുള്ളിക്കാരന്. ഇപ്പോൾ ടൊവിനോ തോമസിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ടൊവിനോ പറഞ്ഞതാണ്, ഇപ്പോൾ പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ഇപ്പോൾ ഒരു ഷോട്ട് പോലും എക്സ്ട്രാ ഒരു ഷോട്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഷോട്ട് കൂടെ എടുത്ത് വയ്ക്കാം, എങ്ങനെ ഒരു സജഷൻ കൂടെ ചെയ്ത് വയ്ക്കാം, അങ്ങനെ ഒരു സാധനം ഇല്ല. ലൈക്ക് ഇത് ആണ് എനിക്ക് ആവശ്യം, ഇത് മതി. അങ്ങനെ ഒരു ക്ലിയർ പോയിന്റ് ഉള്ള ഒരു ഡയറക്ടറാണ്, ഒരു ക്ലിയർ വിഷൻ ഉള്ള ഒരു ഡയറക്ടറാണ്. ഒരു എഡിറ്റർ ഉണ്ടോ മനസ്സിൽ? ഞാനങ്ങനെ ഇങ്ങനൊരു ഷോട്ടിൻ്റെ ആവശ്യമില്ല, ഇത്ര ഷോട്ടുകൾ മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, എനിക്ക് കൃത്യമായി സിനിമ എങ്ങനെ വേണം, എൻ്റെ സീനുകൾ എങ്ങനെ വേണമെന്ന് നല്ല ധാരണയുള്ളൊരു സംവിധായകനായേക്കാം ഞാൻ. അതല്ലെങ്കിൽ എനിക്കൊന്നും അറിയാത്തൊരു സംവിധായകനായേക്കാം. ഇതിലേതാണെന്ന് സിനിമ കണ്ട് പ്രേക്ഷകർ വേണം പറയാൻ. തീർച്ചയായും സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നില്ല. ഫാസിൽ സാർ ഒരു പുതിയ ഗെറ്റപ്പിൽ ഈ സിനിമ വരുന്നുണ്ട് ലൂസിഫറിൽ. അതെ, അതെങ്ങനെയാണ് പുള്ളിനെ? എൻ്റെ മനസ്സിൽ വന്നൊരു മുഖമാണ് പാച്ചിക്കയുടെ. അപ്പോൾ പാച്ചിക്ക അഭിനയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ വിളിച്ചിട്ട് പാച്ചിക്ക വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഞാൻ ഒന്ന് അതുവഴി വന്നാൽ കയറാൻ പറ്റുമോ? അപ്പോൾ ഞാനങ്ങനെ സ്ഥിരമായി പാച്ചിക്കനെ കാണാൻ പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എനിക്കൊന്ന് മൂപ്പർക്ക് ഞാൻ എന്നിട്ട് വണ്ടി ഓടിച്ച് നേരെ ആലപ്പുഴ പോയി. ഞാൻ വീട്ടിൽ പോയി മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പാച്ചിക്കനെ ട്രാപ്പ് ചെയ്യാം. അതെ, പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ് കേട്ടോ. ഇൻഡസ്ട്രിക്ക് ഉള്ളിലുള്ളവർക്കത് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം പാച്ചിക്ക ഈസ് എ ഗ്രേറ്റ് ആക്ടർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വെളിയിലുള്ളവരത് അറിയും. ഹിന്ദി സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു? ഇല്ലല്ല, അത് IANS എന്നോട് ചോദ്യം ചോദിച്ചാണ് ഹിന്ദിയിൽ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുമോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനൊരു എനിക്കിപ്പോൾ ഹിന്ദിയിലൊരു സിനിമ ചെയ്തോളാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയല്ല ഞാൻ. എനിക്ക് താല്പര്യം തോന്നിക്കുന്ന ഒരു വിഷയം ഹിന്ദിയിലൊരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന ഭാഷയാണ്, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്, തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ എസ്ട്ര, ആദം ജോൻ, ഇപ്പോൾ നയൻ, ലൂസിഫർ, ഈ ഒരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് പൃഥ്വിരാജ് ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസ് വന്നു. അപ്പോൾ അത്തരം നിരീക്ഷണങ്ങളെ എങ്ങനെയാണ്? ഞാനൊരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ സോറി, അത് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കില്ല. ഇതൊരു ട്രോളായിട്ട് എടുക്കാം, എടുത്തോളൂ. ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഹാൻഡിൽ ചെയ്യാറില്ല. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ ചെയ്യുന്നു, അതിൽ ചിലത് വർക്കാവുന്നു, ചിലത് വർക്കാവുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകർ എന്നോട് ഇത്തരത്തിലുള്ള സിനിമ ചെയ്യൂ, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ്. അത് ഞാൻ കേൾക്കുന്ന കഥകൾ ആ പ്രോജക്റ്റുകൾ നടക്കുന്ന ഓർഡറിൽ നടക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ ഒരു അക്ബർ ആന്റണി പോലെയൊക്കെ ഒരു സിനിമയാണ്. ഇപ്പോൾ കലാഭവൻ ഷാജോൺ ഡയറക്റ്റ് ചെയ്യുന്ന ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു സിനിമ. അത് ഈ ഫൈറ്റും പാട്ടും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഞാൻ അതും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഷാജോൻ ചേട്ടൻ പറഞ്ഞു, പൃഥ്വിയുടെ കഥ പറഞ്ഞപ്പോൾ ഷാജോൻ ചേട്ടൻ തന്നെ ചെയ്യണം എന്ന്. ഷാജോൻ ആക്ച്വലി എന്നോട് കഥ പറയാൻ വന്നത് ഇത് ആരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് ചോദിക്കാനാണ്. പക്ഷേ മൂപ്പര് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഷോർട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതിയിട്ട് വേറൊരാളുടെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയുള്ളൂ. കാരണം അത് എഴുതിയിരിക്കുന്നത് ഷോർട്ട് ഡിവിഷൻ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ എന്തുകൊണ്ടും സംവിധാനം ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷാജോൻ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ വർഷം തന്നെ ഷൂട്ട് ചെയ്യും? ഈ വർഷം തന്നെ ഉണ്ടാവും. ഇപ്പോൾ രജനി സാറിൻ്റെ ഫിലിം പേട്ടയാണ് ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് ആ ഒരു സിനിമയിലോട്ട്? ആക്ച്വലി എനിക്കതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നെത്തുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ വഴിയാണ്. ലിസ്റ്റിനാണ് എന്നോട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, രാജു ഇതില്ലെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ കാർത്തിക് സുബ്രാജിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ അയാളുടെ ഫിൽം മേക്കിങ്ങും അയാളുടെ സെൻസ് ഓഫ് സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരെ പോലെ ഒരു രജനീകാന്ത് ഫാനുമാണ്. അപ്പോൾ എനിക്ക് അന്ന് പടം ഇറങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാമായിരുന്നു ഇത് നന്നാവാൻ സാധ്യതയുണ്ട്. കാരണം കാർത്തിക് രജനി സാറിനെ വെച്ചിട്ടൊരു
ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് എൻ്റർടൈനർ ചെയ്യുമ്പോൾ അതിനകത്തൊരു രസമായിരിക്കുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ ഫിലിം. എനിക്ക് നിങ്ങളെപ്പറ്റി അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്വിൻറ്റസെൻഷ്യൽ രജനി സർ ഫിലിം കണ്ട. ആൻഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഞങ്ങളാണ്, ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഇപ്പോൾ കാർത്തിക് സുബ്രാജിന്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ പുള്ളി ക്വന്റൻ ടൊറന്റിനോടൊക്കെ മൂവിയുടെ കാർത്തിക് സുബ്രാൻ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇല്ല. അതാണ് കാർത്തിക് സുബ്രാന്റെ ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇല്ല, ഇല്ലേ? ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഇല്ല. അവർ മേക്കിംഗ് സ്റ്റൈൽ തീരുമാനിക്കുന്ന അവർ ആ പെർട്ടിക്കുലർ സിനിമയിൽ ഹാൻഡിൽ ചെയ്യുന്ന സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ ലിജോ ഡബിൾ ബാരൽ എടുത്ത പോലെ അല്ല ഇമയു എടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ കാർത്തിക് സുബ്രാജ് ഇപ്പോൾ പിസ്സ എടുത്തിരിക്കുന്ന പോലെ അല്ല മെർക്കുറി എടുത്തിരിക്കുന്ന പോലെ അല്ല പേട്ട. സോ അഗെയിൻ പിന്നെ ടാരന്റീനോ എനിക്ക് തോന്നുന്നൊരു ഓൾമോസ്റ്റ് ഒരു സബ് ജീനറാണ് ആക്ച്വലി. ക്വിന്റൻ ടാരന്റീനോ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാംഗ്വേജ് തന്നെ ഒരു സബ് ജീനറാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ. അപ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലീഗ്. എൻ്റെ ചോദ്യം അതായിരുന്നു, അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട്? പിന്നെ തീർച്ചയായിട്ടും വേറൊരു സ്ക്രിപ്റ്റുമായിട്ട് വരും. ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ മല്ലിക മാമിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ? അമ്മയുടെ അനുഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്തായാലും ഉണ്ടാകണമല്ലോ, അതില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അമ്മയുടെ സപ്പോർട്ടുണ്ട്. മധുരരാജയിൽ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ സെക്കൻഡ് പാർട്ടിൽ പൃഥ്വിരാജിൻ്റെ ഒരു പ്രസൻസ്? അൺഫോർച്ചുനേറ്റ്ലി ഞാനില്ല. ഐ വുഡ് ഹാവ് ലവ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നെ ഞാൻ ആ സിനിമയിലുണ്ടെങ്കിൽ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് പോക്കിരി രാജ. അഭിനയിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മധുരരാജയിൽ ഞാനില്ല. എന്നെ അതിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. നയൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ലെന ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു ആക്സിഡന്റിൽ ആക്സിഡന്റ് അല്ല ഇത് ആക്ച്വലി. ഈ നമ്മൾ നയൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തത് സ്പിതി വാലിയിലാണ്. അപ്പം മണാലി ടു സ്പിതി ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സംഭവം 200-220 കിലോമീറ്ററൊക്കെ ഉള്ളുവെങ്കിലും 13-15 മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പോൾ. കാരണം റോഡിൻ്റെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഈ സ്നോ മെൽറ്റായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള സ്ട്രീംസ് ഇങ്ങനെ ഒഴുകാറുണ്ട്. ചിലപ്പോഴൊക്കെ ആ സ്ട്രീമുകളിൽ വണ്ടികൾ സ്റ്റക്കായി പോയിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതുപോലെ സ്റ്റക്കായി പോയിട്ടാണ് സ്പിതിയിൽ എത്താൻ കഴിയാതെ ഞങ്ങൾ സ്റ്റക്കായ സ്ഥലത്ത് 10 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതാണ് കണ്ണിനിമനീളെ എന്ന് പറഞ്ഞ അൻവറിലെ സോങ്. ഇത്തവണ ഞങ്ങൾക്ക് സ്പിതിയിൽ എത്താൻ സാധിച്ചു. ഞങ്ങളവിടെ എത്തി. തിരിച്ചു വരുന്ന വഴി ഇതുപോലൊരു ലോങ് ക്യൂ ഓഫ് വണ്ടികൾ കണ്ടു. കാരണം മുമ്പിലൊരു മറ്റൊരു വണ്ടി ഇതുപോലൊരു വാട്ടർ ബോഡിയിൽ സ്റ്റക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തണുപ്പ്, ഇറ്റ്സ് വെരി കോൾഡ്, തണുപ്പ് കാരണം എല്ലാവരും. അപ്പോൾ എനിക്കറിയാം ഞാൻ വെളിയിൽ ഇറങ്ങി തള്ളാൻ പോയാൽ എൻ്റെ ക്രൂ കംപ്ലീറ്റ്, കാരണം ഞാൻ ഇറങ്ങിയല്ലേ പറ്റൂ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇറങ്ങും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂ ഒക്കെ അഴിച്ചിട്ട് പാൻറ്റൊക്കെ മടക്കി വെള്ളത്തിൽ ഇറങ്ങി ആ വണ്ടി തള്ളി മാറ്റാൻ. ആക്ച്വലി സെൽഫിഷ് റീസൺ ആണ്. കാരണം ആ വണ്ടി മാറിയാലേ ഞങ്ങൾക്കും പോകാൻ പറ്റൂ. ഞാൻ തള്ളാൻ പക്ഷേ ആ വണ്ടിക്ക് അടുത്ത് പോയപ്പോൾ അകത്ത് ലെന ഇരിക്കുന്നു. അപ്പോഴാണ് ലെന വേറൊരു കാര്യത്തിന് അവിടെ വന്നതാണെന്നും ദെൻ ദേ ട്രാവൽ. ലെനയും ടീമും നമ്മുടെ കൂടെ തിരിച്ച് മണാലിയിലേക്ക് വന്നു അന്ന് രാത്രി. ആൻഡ് അവിടെ താമസിച്ചു. അങ്ങനെയാണ് ലെനയെ കണ്ടത്. ഇതിൽ ഈ ലൊക്കേഷൻ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എന്തുകൊണ്ടായിരുന്നു? ഒന്നാമതൊരു ഹിമാലയാസിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കേണ്ട കഥയാണത്. ആ ലൊക്കേഷനെ കുറിച്ച് പറയുന്നത് തന്നെ ഇറ്റ്സ് ഇൻ ദ ഹിമാലയാസ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ് മണാലി ഇൻ ദ ഹിമാലയാസ്? നോ, ഇറ്റ്സ് ഗോട്ട് ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഇറ്റ്. ആൻഡ് ഓൾസോ ആ ലൊക്കേഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവേണ്ട മറ്റൊരു കാര്യമാണ്. കാരണം നറേറ്റീവിൻ്റെ ഭാഗമാണ് ആ സ്ഥലവും ആ ലൊക്കേഷനും ഒക്കെ. അഭിനന്ദൻ രാമാനുജം കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. നിങ്ങൾ ഒരുപാട് രസമായിട്ടുള്ള സാധനങ്ങൾ, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് അഭിനന്ദൻ അതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ പുള്ളിനെ ക്യാമറ? തീർച്ചയായിട്ടും. അഭിനന്ദൻ ഒരു എക്സ്ട്രീംലി ടാലന്റഡ് ഒരു സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ ഇതിനൊരു സ്ലൈറ്റ്ലി കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫർ വേണമെന്ന് തോന്നി. അത് നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് വേറെ പല സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുക, റിസ്കി ആയിട്ടുള്ള അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലും ഷോട്ട് മേക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ മാത്രം ഒരു സെൻസ് ഓഫ് അഡ്വഞ്ചർ ഉള്ളൊരു സിനിമാറ്റോഗ്രാഫർ ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. അഭിനന്ദൻ ഇസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. റെഡ് ജെമിനി എന്ന് പറഞ്ഞ ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്തു ഈ ഫിലിമിൻ്റെ അകത്ത്. അതെ, ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഈ റെഡ് ജെമിനായി യൂസ് ചെയ്തത് കൊണ്ടൊരു സിനിമ നന്നാവണമെന്നൊന്നുമില്ല. അത് ഈ സിനിമയുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ ആവശ്യമുണ്ട് ഈ സിനിമയ്ക്ക്. അതെന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു മെഴുകുതിരി പിടിച്ച് നടന്നു വരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ സിനിമകളിൽ ഫ്രെയിമിൽ മെഴുകുതിരി ഉണ്ടെങ്കിലും ഫ്രെയിമിന് വെളിയിൽ മറ്റ് ലൈറ്റുകൾ വെച്ച് അതിനൊരു ഫ്ലിക്കർ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തത് അത് ഒഴിവാക്കിയിട്ട് ശരിക്കും ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ് പ്രേക്ഷകനെ ഈ വിഷ്വൽ കാണിക്കാൻ പറ്റുക
എന്ന് പറയുമ്പോൾ അതിന് അത്രയും ലാറ്റിറ്റ്യൂഡുള്ള അത്രയും എക്സ്പോഷർ ലെവൽസ് ലോ എക്സ്പോഷർ ലെവൽസിൽ നോയ്സ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറാസ് വേണം. ഇപ്പം നയൻ എന്ന സിനിമയ്ക്കകത്തുള്ള മ്യൂസിക് ഇതിൽ 2 പാട്ടുകളാണുള്ളത്. അത് സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ നറേറ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സോങ്ങാണ്, അതൊരു ലവ് സോങ് ആണ്. മറ്റേതൊരു തീം സോങ് പോലെയാണ്, അത് എൻ ടൈറ്റിൽസിലും പിന്നെ പ്രൊമോഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാട്ട് കേൾക്കും. പാട്ടുകൾ രണ്ടും ചെയ്തിരിക്കുന്ന ഷാൻ റഹ്മാനാണ്. ഓഫ് കോഴ്സ് ഷാൻ്റെ എസ്പെഷ്യലി ഇതിൻ്റെ ലവ് സോങ് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് വർക്ക് ആകും എന്ന് തോന്നുന്നു. എനിക്ക് ഷാൻ്റെ ഒരു ഷാൻ്റെ ഏരിയ ആണല്ലോ ഈ ലവ് സോങ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ റിയലി നൈസ് ട്രാക്ക് ആൻഡ് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും സാധിച്ചു. ഡൽഹിയിലാണ് അത് ഫുൾ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്.